അവിടെ കേട്ടോ നമ്മുടെ ആഴിമല ശിവ ടെമ്പിൾ വരുന്ന അവിടെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ആഴിമലയാണ് കേട്ടോ. ഇപ്പോൾ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ശിവൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാച്ചു ഉള്ള ടെമ്പിളിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ ആഴിമല എന്ന് ബോർഡ് ചെയ്തിട്ടില്ല അവിടെ. ശരിക്കും നല്ല ഭംഗിയിൽ ക്രേവ് ചെയ്തിട്ട്, മീൻസ് എല്ലാം നല്ല ഭംഗിയിൽ രൂപങ്ങളൊക്കെ ക്രേവ് ചെയ്ത് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടെമ്പിള്. ഈ ടെമ്പിളിൻ്റെ ലാസ്റ്റ് നമുക്കൊരു വഴിയുണ്ട്, അതുവഴിയാണ് നമ്മൾ ശിവൻ്റെ സ്റ്റാച്ചു കാണാനായിട്ട് കയറുന്നത് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നല്ലൊരു ബീച്ചാണ്, അതുകൊണ്ട് വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് 20 റുപ്പീസാണ്. നമുക്കിനി ബാക്കി കാഴ്ചകൾ അകത്ത് കയറിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത ഉള്ളിലേക്ക് വരികയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്ന വ്യൂ ഈ ബീച്ചിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല ഭംഗിയിൽ സ്കൈയും സീയും കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു വ്യൂ ആണ്. അങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ ഭഗവാന്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ നിന്ന് നമുക്കതിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. നല്ല ഹൈറ്റുള്ള ഒരു പ്രതിമയാണ്. നല്ല രസമായിട്ടാണ് കേട്ടോ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ശിവൻ്റെ സ്റ്റാച്ചു കണ്ടോ, ഇത് കണ്ടോ, ക്ലൗഡും അതും ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്ന മാതിരി നമുക്കൊരു ഫീൽ വരും അല്ലേ. അതിൻ്റെ തൊട്ട് പുറകിലാണ് കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ വ്യൂ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ മൊത്തം ഈ ബീച്ചിൻ്റെ വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും അപ്പുറത്തെ സൈഡിലും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഇറങ്ങുന്നുണ്ട്. നമുക്ക് ശിവൻ്റെ ഈ സ്റ്റാച്ചുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങാനാണ് കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ വ്യൂ വരുന്നത് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ ടെമ്പിൾ ക്ലോസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പിളും വിസിറ്റ് ചെയ്യണമെങ്കിൽ മോർണിംഗ് നേരത്തെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പിളും വിസിറ്റ് ചെയ്യാം, സ്റ്റാച്ചുവും വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ല തിരക്ക് ഉണ്ടാവലുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല റഷ് ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾക്ക് സ്റ്റാച്ചു മാത്രം വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലേറ്റായിട്ട് വരാം. നിങ്ങൾക്ക് ടെമ്പിളും കൂടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി നേരത്തെ തന്നെ വരണം കേട്ടോ. ഇവിടെ നിന്ന് ഈ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ടെമ്പിൾ അതാ പറഞ്ഞത്, നല്ല ഭംഗിയിൽ തന്നെ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഭംഗിയിൽ ക്രേവിങ്സ് ഒക്കെ ചെയ്ത് നല്ല രസമായിട്ടാണ് ടെമ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് ശിവനെ കാണുന്ന ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ശരിക്കും ആ ക്ലൗഡിൽ ശിവൻ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഇവിടെ നിന്ന് അങ്ങ് കാണുമ്പോൾ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് പോലൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കയറി നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന ബീച്ചിൻ്റെ വ്യൂ ആണിത്. ശരിക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കടലിന് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ സമയത്ത്. നിങ്ങൾക്ക് തന്നെ കാണാനില്ലേ, ചെറിയൊരു കാറ്റും ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു വ്യൂ ആണ് നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അമ്പലത്തിൻ്റെ ഈ വഴി ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇവിടെ പാറക്കെട്ടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വിടില്ല, അവിടെ സേഫ് ഗാർഡ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അലൗഡല്ല. ഇവിടം വരെ നമുക്ക് അലൗഡുള്ളൂ. ഓ ചേട്ടാ,
ഏട്ടന്മാർ എവിടേക്കാണ്? കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ബീച്ച്. മഴ തുറന്നപ്പോൾ എല്ലാവരും ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സുധിയേട്ട അവിടെ കക്ക തട്ടി കളിക്കുന്നു. അവിടെ കേട്ടോ നമ്മുടെ ആഴിമല ശിവ ടെമ്പിൾ വരുന്നത്. അവിടെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നാണ്. അങ്ങനെ നമ്മൾ ആഴിമല അവിടെയുള്ള ബീച്ചിൽ ഇറങ്ങി തിരിച്ചു പോവാണ് കേട്ടോ. ആ ശരി, ടാറ്റാ.